എല്ലാവർക്കും നമസ്കാരം. 1988 ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യമായ മാലദ്വീപിൽ അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം കൈയാളുവാൻ വേണ്ടി ശ്രീലങ്കയിൽ നിന്നുള്ള ഏതാനും വിഘടനവാദികൾ അവിടെ വന്ന് കപ്പലിറങ്ങി. ശ്രീലങ്കയിലെ ഒരു വിഘടനവാദ സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ഓർഗനൈസേഷൻ ഓഫ് തമിഴ് ഏലം അഥവാ പ്ലോറ്റിന്റെ 80ഓളം കൂലിപ്പടയാളികളായിരുന്നു ആ വന്നിറങ്ങിയത്. മാലദ്വീപിലെ ഒരു ബിസിനസ്സുകാരനായിരുന്ന അബ്ദുള്ള ലുത്ഫിയുടെ ഗൂഢാലോചന പ്രകാരമാണ് അന്നത്തെ മാലദ്വീപ് പ്രസിഡന്റ് മാമൂൻ അബ്ദുൽ ഖയ്യൂമിനെ അട്ടിമറിച്ച് ഭരണം കൈയാളുവാൻ വേണ്ടി ആ കലാപസംഘം തലസ്ഥാനമായ മാലയിൽ വന്ന് കപ്പലിറങ്ങിയത്. കപ്പലിറങ്ങിയ ഉടനെ തന്നെ തലസ്ഥാനമായ മാലെ പൂർണ്ണമായും അവർ തങ്ങളുടെ കയ്യിലാക്കി. മാത്രമല്ല, തന്ത്രപ്രധാനമായ മറ്റ് സംവിധാനങ്ങളും തുറമുഖങ്ങളും TV, റേഡിയോ സ്റ്റേഷനുകളും ആ പടയാളികൾ അതിവേഗം തങ്ങളുടെ നിയന്ത്രണത്തിൽ വരുത്തി. തുടർന്ന് അക്രമികൾ പ്രസിഡന്റിനെ കൊട്ടാരത്തെ ലക്ഷ്യമാക്കി കുതിച്ചു. പ്രസിഡന്റിനെ കൈയോടെ പിടികൂടുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അവർ ഇരച്ചെത്തും മുമ്പ് പ്രസിഡന്റിനെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റിനെ പിടികൂടുവാൻ സാധിക്കാതെ വന്നതിൽ ക്രുദ്ധരായ ആ സംഘം കണ്ണിൽ കാണുന്നവരെയെല്ലാം ബന്ദികളാക്കി. കൂട്ടത്തിൽ ഉന്നതരായ പല മന്ത്രിമാരെയും ആ കലാപകാരികൾ പിടികൂടി ബന്ദികളാക്കി. കാര്യങ്ങൾ ഇത്രയുമായപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ മാലദ്വീപ് സർക്കാർ പകച്ചുപോയി. എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ രാജ്യമാകെ കുട്ടിച്ചോറാകുമെന്ന അവസ്ഥയിലായി. അടിയന്തരമായി തങ്ങളെ രക്ഷിക്കണമെന്ന് അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ശ്രീലങ്ക, സിംഗപ്പൂർ എന്നിവരോട് മാലദ്വീപ് സർക്കാർ അഭ്യർത്ഥിച്ചു. എന്നാൽ ഒരു എമർജൻസി ഓപ്പറേഷൻ നടത്താൻ ആവശ്യമായ കപ്പാസിറ്റി തങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഈ അഭ്യർത്ഥന നിരസിക്കുകയാണ് ചെയ്തത്. തുടർന്ന് മാലദ്വീപ് അമേരിക്കയുടെ സൈനിക സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞ് മാത്രമേ ഞങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കൂ എന്നായിരുന്നു അമേരിക്കയുടെ മറുപടി. തുടർന്ന് മാലദ്വീപ് സർക്കാർ ബ്രിട്ടനോടായിരുന്നു സഹായം ആവശ്യപ്പെട്ടത്. അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ പ്രതികരിച്ചത് നിങ്ങൾ ഇന്ത്യയോട് സഹായം തേടൂ എന്നായിരുന്നു. അങ്ങനെ മാലദ്വീപ് സർക്കാർ ഇന്ത്യയോട് സഹായം ആവശ്യപ്പെട്ടു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തിയ ശേഷം ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് മാലദ്വീപിന് മറുപടി കൊടുത്തു. അങ്ങനെ തലസ്ഥാനമായ മാലയിൽ കലാപകാരികൾ വന്നിറങ്ങിയ നവംബർ 3 രാത്രിയിൽ തന്നെ ഇന്ത്യ തങ്ങളുടെ ഓപ്പറേഷൻ കാക്ടസ് ആരംഭിച്ചു. ആഗ്ര എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് IL-76 വിമാനത്തിൽ എല്ലാ സജ്ജീകരണങ്ങളുമായി ഇന്ത്യൻ സേന മാലദ്വീപിലേക്ക് പറന്നു. മാല ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ത്യൻ സേന ഇറങ്ങി. പ്രസിഡന്റ് അബ്ദുൽ ഖയ്യൂം അഭ്യർത്ഥിച്ച് 9 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ സേന മാലയിൽ എത്തിച്ചേർന്നിരുന്നു. മാലയിൽ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഇന്ത്യൻ സേന പ്രസിഡന്റിനെ രക്ഷപ്പെടുത്തുകയും തലസ്ഥാനം കലാപകാരികളിൽ നിന്ന് തിരിച്ചുപിടിക്കുകയും ചെയ്തു. കലാപകാരികളിൽ ചിലർ കപ്പൽ വഴി ശ്രീലങ്കയിലേക്ക് രക്ഷപ്പെട്ടു. അല്ലാത്തവരെ ഇന്ത്യൻ സേന പിടികൂടുകയും മാലദ്വീപ് സർക്കാരിന് കൈമാറുകയും ചെയ്തു. ഈ പോരാട്ടങ്ങളിൽ 19ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അന്ന് ഇന്ത്യൻ സേന അവിടെ എത്തി ഈ കലാപകാരികളെ തുരത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ മാലദ്വീപിന്റെ ഭാവി മറ്റൊന്നാകുമായിരുന്നു. അന്ന് ഇന്ത്യൻ സേന നടത്തിയ ബുദ്ധിപരമായ ഈ നീക്കങ്ങളെ ലോക നേതാക്കൾ അങ്ങേയറ്റം പ്രശംസിക്കുകയുണ്ടായി. US പ്രസിഡന്റ് റൊണാൾഡ് റീഗനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറും ഇന്ത്യൻ സേനയെ മുക്തകണ്ഠം പ്രശംസിച്ചു.